ഹരേ കൃഷ്ണ. നമുക്കിനി 9ാമത്തെ ശ്ലോകം നോക്കാം. നവവർഷങ്ങളിലെ ഏറ്റവും അവസാനത്തെ വർഷം. ഇനി നമ്മൾ പഠിക്കാനുള്ള ഇനി ഒരു വർഷവും കൂടിയേ ഉള്ളൂ അല്ലേ. 8 എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇളാവൃതം, ഭദ്രാശ്വം, ഹരിവർഷം, കേതുമാലം, പിന്നെ രമ്യകം. അടുത്ത നമ്മൾ 6ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ഹിരൺമയം, 7ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ഉത്തരഗുരു എന്ന് പറയുന്ന വർഷം, 8ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കിംപുരുഷം എന്ന് പറയുന്ന വർഷം. ഇങ്ങനെ ഇത്രയും വർഷങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് 9ാമത്തെ വർഷം. ഇത് നമ്മളെയും കൂടിയൊക്കെ സംബന്ധിക്കുന്ന ഒരു വർഷവും കൂടിയാണ് ഈ 9ാമത്തേത്. നമുക്ക് ശ്ലോകം നോക്കാം. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈസ്ത്വം സാഖ്യയോഗനുതിഭിः സമുപാസ്യമാനഃ ആകൽപകാലമിഹ സാധുജനാഭിരക്ഷീ നാരായണോ നരസഖഃ പരിപാഹി ഭൂമൻ. ഓം നമോ നാരായണായ. ശ്രീനാരദേന, ശ്രീ നാരദ മഹർഷിയാൽ, സഹ എന്ന് പറഞ്ഞാൽ കൂടി. അപ്പോൾ ശ്രീ നാരദ മഹർഷിയോടു കൂടി ഭാരതഖണ്ഡമുഖ്യൈസ്ത്വം, ഭാരതഖണ്ഡമുഖ്യൈ ത്വം, ഇങ്ങനെ 2 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ഭാരതഖണ്ഡമുഖ്യൈ, ഈ ഭാരതം എന്ന് പറയുന്ന ഈ വർഷത്തിലെ, ഖണ്ഡം എന്ന് പറഞ്ഞാൽ ആ ഭാഗം അല്ലെങ്കിൽ ആ രാജ്യം, അതായത് ഭാരതവർഷത്തിലെ മുഖ്യൈ, മുഖ്യന്മാരായിട്ടുള്ള, അതായത് പ്രധാനികളായിട്ടുള്ളവർ. അപ്പോൾ 9ാമത്തെ വർഷം എന്ന് പറയുന്നത് ഭാരതവർഷം. ഈ ഭാരതവർഷത്തിലെ പ്രമുഖരായിട്ടുള്ളവരെ കൊണ്ട്, പ്രധാനികളായിട്ടുള്ളവരെ കൊണ്ട്, ഇവിടെ പ്രാമുഖ്യം കൽപ്പിക്കുന്നത് ഭക്തിയെ അളവുകോലാക്കിക്കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ഭക്തന്മാരാലും ശ്രീനാരദ മഹർഷിയാലും. അപ്പോൾ ശ്രീനാരദ മഹർഷിയോട് ഈ ഭാരതഖണ്ഡത്തിൽ ചേർന്നിരിക്കുന്നത്, ഈ ഭാരതഖണ്ഡത്തിൽ കുടികൊള്ളുന്ന ആ മൂർത്തിയെ സേവ ചെയ്യുന്നതിനായിക്കൊണ്ട്, ഉപാസിക്കുന്നതിനായിക്കൊണ്ട് ചേർന്നിരിക്കുന്ന ഉത്തമരായിട്ടുള്ള കുറേ ഭക്തന്മാർ കൂടിയുണ്ട് എന്നുകൂടി ഒന്ന് പറഞ്ഞു വെച്ചു. മറ്റുള്ളിടത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ, മറ്റു വർഷങ്ങളിലെയൊക്കെ കാര്യം പറയുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സേവകൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞതെങ്കിൽ, ഭാരതവർഷത്തിലേക്ക് വരുമ്പോൾ ഈ ഭാരതവർഷത്തിലെ ഉത്തമരായിട്ടുള്ള ഭക്തന്മാരോട് കൂടിയാണ് ഇവിടെ ശ്രീ നാരദ മഹർഷി ഇവിടെ സേവ ചെയ്യുന്നത് ഭഗവാനെ. എങ്ങനെ? സാഖ്യയോഗനുതിഭി, സാഖ്യയോഗങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ള നുതികളെ കൊണ്ട്, സ്തുതികളെ കൊണ്ട്, സാഖ്യയോഗത്തിലെ സ്തുതികളെ കൊണ്ട് ഭഗവാനെ ഇവിടെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഉപാസിച്ചു കൊണ്ടിരിക്കുകയാണ് സാക്ഷാൽ ശ്രീ നാരദ മഹർഷി മറ്റുള്ള ഉത്തമ ഭക്തന്മാരോടുകൂടി. സമുപാസ്യമാനഹ എന്ന് പറഞ്ഞാൽ ഉപാസിച്ചു കൊണ്ടിരിക്കുക, സമുപാസ്യമാനഹ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നവനുമായിട്ടുള്ള. ആകൽപകാലമിഹ, ആകൽപകാലം ഇഹ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ആകൽപകാലമിഹ. ആകൽപകാലം എന്ന് പറഞ്ഞാൽ ഈ കൽപ്പകാലത്തിൻ്റെയൊക്കെ ആ ഒരു അവസാനം വരെയും, അഥവാ ആ ഒരു പ്രളയം വരുന്നതുവരെയും, ആ കൽപ്പാന്ത കാലം വരെയും. ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭാരതഖണ്ഡത്തിൽ സാധുജനാഭിരക്ഷി, സാധുജനങ്ങളെ രക്ഷ ചെയ്യുന്നവനായിക്കൊണ്ട്,
അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഭാരതവർഷത്തിൽ കുടികൊള്ളുകയാണ് ആ മൂർത്തി ഭഗവാൻ. എങ്ങനെ? നാരായണോ നരസഖ, നാരായണമൂർത്തിയായിട്ട്, സാക്ഷാൽ നാരായണനായിട്ട്. എങ്ങനെ? നരസഖ, നരനോടു കൂടിയ നാരായണനായിട്ട്. നമ്മൾ ഈ നാരായണീയത്തിലെ 16-ാമത്തെ ദശകത്തിൽ നമ്മൾ നരനാരായണാവതാരം കണ്ടിരുന്നു അല്ലേ? ഇവിടെ ആ നരനാരായണ മൂർത്തിമാരായിട്ടാണ് ഈ ഭാരതവർഷത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നത്. നമ്മൾ 16-ാമത്തെ ദശകത്തിൽ അത് വിശദമായിട്ട് നമ്മൾ കണ്ടിരുന്നു. നരനാരായണ മൂർത്തിമാരുടെ അവതാര കഥയും അത് ബാക്കിയുള്ള ലീലകളൊക്കെ അവതാരത്തിൽ നമ്മൾ കണ്ടിരുന്നു അല്ലേ? മൂർത്തിക്ക് ധർമ്മദേവന് മൂർത്തിയിൽ, തൻ്റെ പത്നിയായിട്ടുള്ള മൂർത്തിയിൽ അവതരിച്ചതായിരുന്നു നരനാരായണ മൂർത്തിമാർ അല്ലേ? ആ നരനാരായണ അവതാരം ഇന്നും ഈ ഭാരതഖണ്ഡത്തിൽ നിന്നും വിട്ടുപോയിട്ടില്ല, ഇവിടെ തന്നെ കുടികൊള്ളുന്നു. എന്തിനു വേണ്ടി? സാധുജനങ്ങളുടെ രക്ഷയ്ക്കായിക്കൊണ്ട്, എന്നും സാധുജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാനെ അവിടുന്ന് നരനാരായണ അവതാരമെടുത്ത ആ മൂർത്തിഭാവത്തിൽ തന്നെ ഇന്നും ഭാരതവർഷത്തിൽ കുടികൊള്ളുന്നു. ആ നരനാരായണന്മാരെ സേവിക്കുന്നതാവട്ടെ ശ്രീ സാക്ഷാൽ നാരദ മഹർഷി തന്നെയല്ല, നാരദ മഹർഷിയോടൊപ്പം ഈ ഭാരതഖണ്ഡത്തിലെ ഉത്തമരായിട്ടുള്ള, ഇവിടെ പ്രമുഖരെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഉത്തമരായിട്ടുള്ള ഭക്തരെ കൊണ്ട് ഇവിടെ സേവ ചെയ്യണം, അവരോട് ചേർന്ന് സേവ ചെയ്യുന്നു ശ്രീ നാരദ മഹർഷി ആ നരനാരായണ മൂർത്തിമാരെ. അങ്ങനെയുള്ള ആ സാക്ഷാൽ ശ്രീ നരനാരായണ മൂർത്തിമാരെ പരിപാഹി ഭൂമൻ. ഭൂമൻ എന്ന് പറഞ്ഞാൽ അലയോ സർവവ്യാപിയായിട്ടുള്ളവനെ. ഭഗവാൻ എല്ലായിടവുമുണ്ട്. പക്ഷെ ഇവിടെ എന്തിനാ ഈ ഭാരതവർഷത്തിൽ ഇങ്ങനെ കുടികൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും കൂടി ചേർത്താണ് പറഞ്ഞത്. സാധുക്കളായ ജനങ്ങളെ, സുഹൃതികളായിട്ടുള്ള ജനങ്ങളെ, ഭഗവാനെ സദാ സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ സദാ ഭഗവാനായിക്കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സമർപ്പിക്കാൻ കഴിയുന്ന സുഹൃതികളായിട്ടുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് അവതരിച്ച ആ നരനാരായണ മൂർത്തിമാർ ഇന്നും ഭാരതഖണ്ഡം വിട്ടു പോയിട്ടില്ല. തൻ്റെ ഭക്തരെ ഉപേക്ഷിക്കുക ഭഗവാന് വയ്യ. അതുകൊണ്ട് തന്നെ ഭക്തവത്സലനായ ഭഗവാൻ, സർവവ്യാപിയായിട്ടുള്ള ഭഗവാൻ, അന്ന് ധർമ്മദേവന് പിറന്ന നരനാരായണ മൂർത്തിമാർ എന്തിന്? ഇവിടെ ധർമ്മ സംസ്ഥാപനാർത്ഥായ, ഈ ഭാരതവർഷത്തിൽ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, സാധുജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഇന്നും കുടികൊള്ളുന്നു. ശ്രീ നാരദ മഹർഷിയോടൊപ്പം ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി നടക്കുന്ന ആ നാരദ മഹർഷി ഭാരതഖണ്ഡത്തിൽ ഇന്നും വർത്തിക്കുന്നു. ഇന്നും ചുറ്റിക്കറങ്ങുന്നുണ്ട് എവിടെയൊക്കെയോ. ഒരു പക്ഷേ നമ്മുടെയുമൊക്കെ സമീപം വന്നു പോയിട്ടുണ്ടാവാം, അറിയില്ല. ആ ഭഗവാനിങ്കലേക്ക് നമ്മുടെയൊക്കെ സങ്കടങ്ങൾ, നമ്മുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെയൊക്കെ സന്തോഷം, അല്ലെങ്കിൽ നമ്മളൊക്കെ ഭഗവാനെ സേവ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ആനന്ദം, അത് ശ്രീ നാരദ മഹർഷി നരനാരായണ മൂർത്തിമാരുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ടാവാം, അറിയില്ല. ഏതായാലും ഇന്നുമെന്ന് തന്നെയല്ല, കൽപ്പാന്ത കാലം വരെയും ഈ ഭാരതവർഷത്തിൽ ഉണ്ടാവും ശ്രീ നരനാരായണ മൂർത്തിമാർ. ഒപ്പം ശ്രീ നാരദ മഹർഷിയും അതുപോലെ എത്ര കാലം കഴിഞ്ഞാലും, അതുകൊണ്ടാണ് അവിടെ ചേർത്ത് പറഞ്ഞത്, ഈ കൽപ്പാന്ത കാലത്തോളം ഉത്തമരായ ഭക്തന്മാരെല്ലാ കാലത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. അവരെന്നും ഭഗവാനെ സേവ ചെയ്തുകൊണ്ടിരിക്കും. എത്ര പ്രതികൂലമായ സാഹചര്യങ്ങൾ ആരൊക്കെ സൃഷ്ടിച്ചാലും, ഏത് ആസുരിക ബുദ്ധിയിലുള്ളവർ സൃഷ്ടിച്ചാലും, ആത്യന്തികമായി ഭഗവാനെ അവിടുത്തെ ആ സാധുക്കളുടെ രക്ഷയ്ക്കായിക്കൊണ്ട് ഭഗവാനെ അവിടുന്ന് ഈ ഭൂമിയിൽ, ഈ ഭാരതഖണ്ഡത്തിൽ എന്നും ഉണ്ടാവും. അങ്ങനെയുള്ള അലയോ ഭഗവാനെ, സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ പരിപാഹി, പരിരക്ഷിക്കണമേ, കാത്തുരക്ഷിക്കണമേ ഭഗവാനെ. എത്ര സുന്ദരമായ ഒരു ശ്ലോകമാണ്. ഈ ഭാരതഖണ്ഡത്തിൽ കഴിയാൻ, ജനിക്കാൻ, ജീവിക്കാൻ സുകൃതം ലഭിച്ച നമുക്കോരോരുത്തർക്കും വേണ്ടി ഭഗവാൻ ഇന്നും ആ ഭാരത മണ്ണിൽ, ഭാരതവർഷത്തിൽ കുടികൊള്ളുന്നുണ്ട്. വേണ്ടത് ഉത്തമമായൊരു ഭക്തി തരണമേ എന്ന് ഭഗവാനോട് അപേക്ഷിക്കുകയേ വേണ്ടൂ. കാരണം അങ്ങനെയുള്ളവരെയൊക്കെ സംരക്ഷിക്കാൻ ഭഗവാൻ കൂടെ തന്നെയുണ്ട്. ആ ഭക്തിയിൽ നിന്നും,
അല്പം പോലും ചോർച്ചയുണ്ടാവരുതേ. സദാ ഭഗവാനോട് മനോവാകർമ്മങ്ങളിലൂടെയൊക്കെ ചേർന്നിരിക്കുവാൻ ഭഗവാന്റെ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈസ്ത്വം സാഖ്യയോഗനുതിഭിः സമുപാസ്യമാനഃ ആകൽപകാലമിഹ സാധുജനാഭിരക്ഷി നാരായണോ നരസഖഃ പരിപാഹി ഭൂമൻ. ഓം നമോ നാരായണായ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭാരതഖണ്ഡമുഖ്യൈസ്ത്വം, അത് കഴിയുന്നതും ചേർത്തെടുക്കുക. ഇനി അങ്ങനെ ചേർത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടി ഭാരതഖണ്ഡമുഖ്യൈ, അവിടെ ഒരു വിസർഗം കൊടുത്ത് പകുതി ഹകാരത്തിൽ നിർത്തിക്കൊണ്ട് താഴെ ത്വം എന്നെടുക്കുക. അതേ വരിയിൽ സാഖ്യയോഗനുതിഭിः സമുപാസ്യമാനഃ, അവിടെ അത് ചേർത്താണ്. ചില ഗ്രന്ഥങ്ങളിൽ ഭേദം വരാം. സാഖ്യയോഗനുതിഭിः എന്ന് കൊടുത്ത് വിസർഗം കൊടുത്താണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അങ്ങനെ വായിക്കുക. എന്നിട്ട് സമുപാസ്യമാനഃ, അവിടെ രണ്ടിടത്തും വിസർഗം വരും. അപ്പോൾ അത് രണ്ടിടത്തും പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അതല്ല എങ്കിൽ സാഖ്യയോഗനുതിഭിः സമുപാസ്യമാനഃ, അവിടെ സ കൂട്ടക്ഷരമായിരിക്കും. അത് ചേർത്ത് ഇതായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്, ഒറ്റ വാക്കായിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ വിസർഗം ഇടയ്ക്ക് കൊടുക്കേണ്ടതില്ല. സ കൂട്ടക്ഷരമായതുകൊണ്ട് സമുപാസ്യമാന, അവിടെ സ കൂട്ടക്ഷരമായതുകൊണ്ട് സ കട്ടിയിൽ വായിക്കുക. പിന്നെ ആ സമുപാസ്യമാന, അവിടെ ഒരു വിസർഗം വരുന്നുണ്ട് അവസാനം, അതും പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ ആ കൽപ്പകാലമിഹ, അവിടെ കാലം ഇഹ മായ്ക്ക് ഈ കാരം കൊടുക്കുക. പിന്നെ സാധുജനാഭിരക്ഷീ, അവിടെ ഇകാരം നീട്ടിയെടുക്കണം, രക്ഷീന്നുണ്ട്. പിന്നെ നാരായണോ നരസഖ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. പ്ലാക്ഷേർക്കരൂപമൈശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനിവ നിരൂപം ക്രൗഞ്ചേംബുരൂപമഥ വായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമയി പുഷ്കരനാംനി ലോകാ. ഓം നമോ നാരായണായ. നമ്മൾ കഴിഞ്ഞ 9 ശ്ലോകങ്ങളിലായിട്ട് 9 വർഷങ്ങളെക്കുറിച്ച് പറഞ്ഞു അല്ലേ. ഇനിയും ഈ 9 വർഷങ്ങളിൽ ഭഗവാൻ ഏതേത് ഭാവത്തിൽ കുടികൊള്ളുന്നുവെന്നും ആരാണ് പ്രധാന ഉപാസകൻ അതാത് വർഷങ്ങളിൽ എന്നുള്ളത് പറഞ്ഞു. ഇനിയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ സപ്തദ്വീപുകളെക്കുറിച്ചാണ് പറയുന്നത്. 7 ദ്വീപുകൾ, അവിടെ ഏതൊക്കെ ഭാവത്തിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. പ്ലാക്ഷേർക്കരൂപമയി, പ്ലാക്ഷേ അർക്കരൂപം ഐ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് പ്ലാക്ഷേർക്കരൂപമയി. പ്ലാക്ഷേ എന്ന് പറയുന്നത് പ്ലാക്ഷദ്വീപത്തിൽ. അപ്പോൾ ഈ പ്ലാക്ഷദ്വീപിൽ അർക്കരൂപം, അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, ആദിത്യ സ്വരൂപനായിട്ട്, ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലയോ ഭഗവാനെ, അവിടുന്ന് പ്ലാക്ഷദ്വീപത്തിൽ ആദിത്യ രൂപത്തിൽ, ആദിത്യൻ്റെ സ്വരൂപത്തോടു കൂടിയും ശാൽമല ഇന്ദുരൂപം, ശാൽമല ദ്വീപിൽ ഇന്ദുരൂപം, ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രന്, ചന്ദ്രൻ്റെ സ്വരൂപത്തോടു കൂടിയും ചന്ദ്രസ്വരൂപനായിട്ടും ദ്വീപേ ഭജന്തി കുശനാമനിവ നിരൂപം. ദ്വീപേ എന്ന് പറഞ്ഞാൽ ദ്വീപത്തിൽ എങ്ങനെ, ഭജന്തി എന്ന് പറഞ്ഞാൽ ഭജിക്കുന്നു, കുശനാമനി കുശം എന്നു പേരുള്ളതായിട്ടുള്ള ദ്വീപില
ഭജിക്കുന്നു. എങ്ങനെ? വഹ്നിരൂപം. വഹ്നി എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നിസ്വരൂപനായിട്ട് അവിടുത്തെ ഭജിക്കുന്നു. അപ്പോൾ പ്ലാക്ഷം എന്ന് പറയുന്ന ദ്വീപിൽ ആദിത്യ സ്വരൂപനായിട്ടും ശാൽമലം എന്ന് പറയുന്ന ദ്വീപിൽ ചന്ദ്രസ്വരൂപിയായിട്ടും ഭഗവാനെ അവിടുന്ന് കുശം എന്ന് പറയുന്ന ദ്വീപിലാകട്ടെ അഗ്നിയുടെ രൂപത്തിലും അവിടുന്ന് കുടികൊള്ളുന്നു, അവിടുത്തെ ഭജിക്കുന്നു. പിന്നെയോ ക്രൗഞ്ചേമ്പുരൂപമഥ. ക്രൗഞ്ചേ അമ്പുരൂപമാണ്, ക്രൗഞ്ചേമ്പുരൂപം എന്നുള്ളത്. ക്രൗഞ്ചേമ്പുരൂപമഥ, ക്രൗഞ്ചേ അമ്പുരൂപം അഥ, ഇങ്ങനെ 3 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. അഥ എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി കഴിഞ്ഞില്ല, ബാക്കി പറയുകയാണ്. ക്രൗഞ്ചേ എന്ന് പറഞ്ഞാൽ ക്രൗഞ്ചദ്വീപില അമ്പുരൂപം. അമ്പു എന്ന് പറഞ്ഞാൽ ജലം. അമ്പുരൂപം ജലസ്വരൂപനായിട്ടും ജലരൂപിയായിട്ടും. പിന്നെ വായുമയം ച ശാകേ. വായുമയം എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ രൂപത്തിൽ. എവിടെ? ശാകേ, ശാകദ്വീപിൽ വായുവിൻ്റെ രൂപത്തിലും. ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോക. ത്വാം അങ്ങ് ബ്രഹ്മരൂപമയി. ബ്രഹ്മരൂപം ഐ ആണ് ബ്രഹ്മരൂപമയി. ഇവിടെ പാഠഭേദത്തിൽ ബ്രഹ്മരൂപം അപി എന്നും ഐ എന്നും കാണാം, രണ്ടും ശരി തന്നെയാണ്. ബ്രഹ്മരൂപമായിട്ട് പരബ്രഹ്മസ്വരൂപനായിട്ട് അങ്ങ് പുഷ്കരനാംനി ലോക. പുഷ്കരം എന്ന് പേരുള്ള, പുഷ്കരനാംനി എന്ന് പറഞ്ഞാൽ പുഷ്കരം എന്ന് പേരുള്ളതായിട്ടുള്ള ലോക എന്ന് പറഞ്ഞാൽ ആ ദ്വീപിൽ, ആ ലോകത്തിൽ, ക്ഷമിക്കണം, അവിടെ പുഷ്കരം എന്ന് പേരുള്ളതായിട്ടുള്ള ആ ദ്വീപിൽ, ലോക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, അവിടുത്തെ ആ ആളുകൾ, അവിടെയൊക്കെ എങ്ങനെയാണ് ഭഗവാനെ ആളുകൾ ഭജിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്ലാക്ഷം എന്ന് പറയുന്ന ദ്വീപിൽ ആദിത്യ സ്വരൂപനായിട്ട് സൂര്യഭഗവാനായിട്ടും ശാൽമലം എന്ന് പറയുന്ന ദ്വീപിൽ ചന്ദ്രസ്വരൂപിയായിട്ടും കുശം എന്ന് പറയുന്ന ദ്വീപിൽ അഗ്നിയുടെ ഭാവത്തിലും ക്രൗഞ്ചം എന്ന് പറയുന്ന ദ്വീപിൽ ജലസ്വരൂപിയായിട്ടും പിന്നെയോ ശാകം എന്ന് പറയുന്ന ദ്വീപിൽ വായുവിൻ്റെ രൂപത്തിലും പുഷ്കരം എന്ന് പറയുന്ന ദ്വീപിൽ പരബ്രഹ്മസ്വരൂപനായിട്ടും ഭഗവാനെ അങ്ങയെ ജനങ്ങൾ ഭജിക്കുന്നു. അപ്പോൾ ഈ ഇത് എളുപ്പം അങ്ങോട്ട് പറഞ്ഞു പോവുകയാണ്. കാരണം ഇത് വളരെ വിശദമായിട്ട് ഭാഗവതത്തിലുണ്ടെങ്കിലും നമുക്കറിയാം എല്ലാ ദശകങ്ങളും ഒരു 10 അല്ലെങ്കിൽ 12 ശ്ലോകങ്ങളിലാണ് അധികവും ദശകങ്ങൾ പറഞ്ഞു പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും ഇങ്ങനെ ഭഗവാനെ ഏതേത് ഖണ്ഡങ്ങളിൽ അല്ലെങ്കിൽ ഏതേത് ഭാഗങ്ങളിൽ ഏതേത് ദ്വീപിൽ ഏതേത് ഭാവത്തിലാണ് ഭജിക്കുന്നത് എന്നൊന്ന് സൂചിപ്പിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത്. അതിനെ കൂടുതൽ വിശദമായിട്ട് ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നില്ല. അപ്പോൾ ഓരോ ദ്വീപിലേതും, അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ ദ്വീപുകളുടെ വർണ്ണന ഒരൊറ്റ ശ്ലോകം കൊണ്ട് അങ്ങോട്ട് ചെയ്തു പോവുകയാണ്. കാരണം പിന്നീടുള്ള 2 ശ്ലോകങ്ങളിലായിട്ട് നമുക്ക് കാണാം പിന്നെ അടുത്ത 2 മണ്ഡലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ ഇതൊന്ന് ചുരുക്കി പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനിവ നിരൂപം ക്രൗഞ്ചേംബുരൂപമഥ വായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമയി പുഷ്കരനാംനി ലോകാ. ഓം നമോ നാരായണായ. ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്ലാക്ഷേർക്കരൂപമയി, അവിടെ വിശ്ലേഷണം ഉള്ളതുകൊണ്ട് ഒന്ന് ഏകാരം നീട്ടിയെടുക്കുക. പിന്നെ രൂപം ഐ ആണ്, അപ്പം മായ്ക്ക് ആകാരം കൊടുക്കുക. പിന്നെ അടുത്തത് അതുപോലെ തന്നെ 3ാമത്തെ വരിയിൽ വരുമ്പോൾ ക്രൗഞ്ചേ എമ്പുരൂപമഥ, ക്രൗഞ്ചേ അമ്പുരൂപം അഥ ആണ്. ക്രൗഞ്ചേമ്പു അവിടെ ഏകാരം നീട്ടിയെടുക്കുക. രൂപം അഥ ആണ്, അതുകൊണ്ട് മായ്ക്ക് ആകാരം കൊടുക്കുക. പിന്നെ അടുത്തത്
അവസാനം പുഷ്കരനാംനി ലോക, അവിടെ വരുന്നിടത്ത് വിസർഗവും ദീർഘവുമുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. ഇനി അടുത്ത നമുക്ക് 11ാമത്തെ ശ്ലോകം. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.